ഇന്ന് നമ്മുടെ നാട്ടിൽ ഗെയിമിംഗ് എന്ന സീരീസിൽ ഒരുപാട് ഫോൺസ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ 2003, 2004 കാലഘട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു ഗെയിമിംഗ് ഫോണാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയയുടെ എൻഗേജ് സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസിൽ പെടുന്ന ഫോണാണ്. കാണാൻ തന്നെ ഒരു വെറൈറ്റി ലുക്കാണ്. പക്ക ഒരു ജോയിസ്റ്റിക് ലുക്കിലാണ് ഫോൺ ഇരിക്കുന്നത്. ഇത് എങ്ങനെ കോൾ വിളിക്കാനും ബാക്കി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് എനിക്കറിയില്ല. ഒരു ഗെയിമിംഗ് ഫോൺ കേട്ടോ. ഫോണിന്റെ വലതുവശത്തായിട്ട് നോക്കുവാണെങ്കിൽ കോൾ വിളിക്കാനുള്ള ബട്ടൺസും അതുപോലെ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം കാണാം. ഇട സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ മ്യൂസിക്, റേഡിയോ കൺട്രോളും അതുപോലെ തന്നെ ജോയിസ്റ്റിക്കിന്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ടോപ്പിലാണെങ്കിലും സൈഡുകളിലാണെങ്കിലും 2-3 ബട്ടൺസും അതുപോലെ തന്നെ സ്പീക്കേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. സ്ക്രീൻ സൈസ് ഒക്കെ നോർമലി ഉള്ള നോക്കിയ ഫോണിന്റെ ഇതുപോലെ തന്നെയാണുള്ളത്. ഇതിന്റെ ബാക്ക് ഇളക്കി നോക്കുമ്പോഴത്തേക്ക് നോർമലി നമ്മുടെ ഫോൺസിലെല്ലാം വരുന്ന ടൈപ്പ് ചെറിയ ബാറ്ററീസും കാര്യങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത്. ഫോൺ ഒരു രക്ഷയില്ല കേട്ടോ. മെയ്ഡ് ഇൻ ഫിൻലാൻഡ് എന്നാണ് നമ്മുടെ ഇതിൽ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കണ്ടപ്പം നല്ല കൗതുകം തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോലും. ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രൈസ് വന്നിട്ട് $299 കാണിച്ചേക്കുന്നത്. അത് ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഏകദേശം 24,000 രൂപയാണ് വരുന്നത്. ആക്ച്വലി 24,000 രൂപയ്ക്ക് ഈ സാധനമൊക്കെ മേടിച്ച ആൾക്കാരെ സമ്മതിക്കണം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ലെജൻഡറി പീസ് ഫോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഫോൺ എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ.